പ്രൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സലിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ഇന്ന് നമുക്ക് ഹോം ടാബിലെ കുറച്ച് ബേസിക് കമാൻഡ്സ് മനസ്സിലാക്കാം. ഇതേപോലെ ടൈപ്പ് ചെയ്യുന്ന കണ്ടൻറ്റ് ആ സെല്ലിൽ ഫിക്സ് ആകാൻ ടൈപ്പ് ചെയ്ത് തീർന്ന ശേഷം ആ സെല്ലിന് പുറത്തെവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ കണ്ടൻറ്റ് കോപ്പി ചെയ്യാൻ ഒന്നുകിൽ Ctrl+C കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ കോപ്പി കമാൻഡിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ 2 സെക്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് സാധാരണ രീതിയിൽ കോപ്പീഡ് ആകും. അത് കഴിഞ്ഞ് മറ്റൊരു സെല്ലിൽ പേസ്റ്റ് ചെയ്യാൻ സെല്ല് സെലക്ട് ചെയ്യുക. കീബോർഡ് ഷോർട്ട്കട്ട് Ctrl+V കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ പേസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോഴും കോപ്പി കമാൻഡ് ആക്റ്റീവ് ആയിരിക്കുകയാണ്. അത് ഇനാക്റ്റീവ് ആക്കാൻ എസ്കേപ്പ് കീ പ്രസ് ചെയ്താൽ മതി. ഇവിടെ അടുത്ത സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ നോർമലി കോപ്പി ചെയ്യാനുള്ള കമാൻഡ് ആദ്യമുണ്ട്. അത് കഴിഞ്ഞ് കോപ്പി ആസ് പിക്ചർ എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇതൊരു പിക്ചറിൻ്റെ രീതിയിലായിരിക്കും കോപ്പീഡ് ആകുന്നത്. ഇവിടെയും ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഓക്കെ കൊടുക്കാം. ഇനി ഇത് പേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പിക്ചർ മോഡിലായിരിക്കും ഇത് പേസ്റ്റ് ആകുന്നത്. പിക്ചർ ഫോമാറ്റിൻ്റെ ടാബ് ഇവിടെ ഓപ്പൺ ആയി. അത് ക്ലിക്ക് ചെയ്താൽ ഇത് ഫോമാറ്റ് ചെയ്യാനുള്ള ടൂൾസ് ഉള്ള റിബൺ ഓപ്പൺ ആകും. ഇതിൻ്റെ സൈസ് നമുക്ക് ഇതേപോലെ കൂട്ടാം, റൊട്ടേറ്റ് ചെയ്യാം, കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെയുള്ള ഓപ്ഷൻസും എല്ലാം നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാം. ഇതേപോലെ കട്ട് കമാൻഡിനും ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണ്. ഒന്നുകിൽ Ctrl+X കൊടുക്കാം. ഇനി ഇവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ സെലക്ട് ചെയ്യുക, പിന്നീട് Ctrl+V കൊടുക്കാം. അപ്പോൾ അതവിടെ നിന്ന് കട്ടായി ഇവിടെ ഒന്ന് പേസ്റ്റായി. അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന സിസേഴ്സിൻ്റെ ഐക്കൺ യൂസ് ചെയ്യാം, അങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് സെലക്റ്റഡ് ആയി കിടക്കുകയാണ്. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുകയാണ്. ഇപ്പോൾ പേസ്റ്റിൻ്റെ ഐക്കൺ ആക്റ്റീവായി. ഇവിടെയും 2 സെക്ഷൻ ഉണ്ട്. ആദ്യത്തെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സാധാരണ രീതിയിൽ പേസ്റ്റ് ആകും. ഇപ്പോഴും കോപ്പി കമാൻഡ് ആക്റ്റീവ് ആണ്. അതുകൊണ്ട് വീണ്ടും നമുക്ക് ആവശ്യമുള്ളിടത്ത് ഇത് പേസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത സെക്ഷനിൽ ഇതേപോലെ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ഉദാഹരണമായി ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് കോളം വിഡ്ത്ത് കൂട്ടി കൊടുക്കുകയാണ്. അതിനും ആദ്യം നമ്മൾ പുറത്തെവിടെയെങ്കിലും വെച്ച് ക്ലിക്ക് ചെയ്ത് മൗസ് പോയിന്റർ ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതുപോലെ വിഡ്ത്ത് കൂട്ടി കൊടുക്കാം. ഇനി ഇത് കോപ്പി ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വല്ലതും പേസ്റ്റ് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് മാത്രമാണ് പേസ്റ്റ് ആയത്. കോളം വിഡ്ത്ത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത് ഇവിടെ ഓട്ടോമാറ്റിക്കായി വന്നില്ല. ഇവിടെ നമ്മൾ വീണ്ടും വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി പേസ്റ്റ് ചെയ്യുമ്പോൾ പേസ്റ്റ് ചെയ്യാനുള്ള സെല്ല് സെലക്ട് ചെയ്ത ശേഷം ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് സെക്കൻഡ് റോയിലെ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ ടെക്സ്റ്റും കോളം വിഡ്ത്തും കോപ്പി ചെയ്യപ്പെട്ടു. ഇനി അടുത്തതായി ബോർഡേഴ്സ് ഉള്ള ഒരു കണ്ടൻറ്റ് ബോർഡേഴ്സ് അവോയ്ഡ് ചെയ്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ബോർഡേഴ്സ് എല്ലാം അവോയ്ഡ് ചെയ്ത് കണ്ടൻറ്റ്സ് മാത്രം ഇവിടെ പേസ്റ്റ് ചെയ്യാം. ആദ്യം ഇത് കംപ്ലീറ്റ് ആയി സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് കോപ്പി കമാൻഡ് കൊടുക്കുക. പിന്നീട് പേസ്റ്റ് ചെയ്യേണ്ടിടത്ത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് പേസ്റ്റിൻ്റെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ കമാൻഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ബോർഡേഴ്സ് ഇല്ലാതെ ഡേറ്റ മാത്രം നമുക്ക് ലഭിച്ചു. ഇനി അടുത്തതായി ഈ ഡേറ്റ ട്രാൻസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ട് ചെയ്യുക, കോപ്പി കമാൻഡ് കൊടുക്കുക, പേസ്റ്റ് ചെയ്യേണ്ടിടത്ത് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് സെക്കൻഡ് റോയിലെ ലാസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഡേറ്റ ട്രാൻസ്പോസ് ചെയ്യാം. ഫോൺ സ്റ്റൈല് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈനും ഇതേപോലെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ വേറെ ഓപ്ഷൻസ് ലഭിക്കും. അത് നമുക്ക് ആവശ്യമുള്ള പോലെ സെലക്ട് ചെയ്യാം. ഏതൊരു കമാൻഡും അപ്ലൈ ചെയ്യാൻ ആദ്യം ഇതേപോലെ സെലക്ട് ചെയ്യണം ആ സെല്ല്. ഇവിടെ ഫോൺ സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. സൈസ് ഓരോ ലെവൽ വെച്ച് കൂട്ടണമെങ്കിൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. കുറയ്ക്കണമെങ്കിൽ ഡിക്രീസ് ഫോൺ സൈസിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. പിന്നീട് ഇവിടെ ബോർഡേഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബോട്ടം ബോർഡർ കൊടുത്താൽ ഇതേപോലെ താഴെ ബോർഡർ വരും. ടോപ്പ് ബോർഡർ കൊടുത്താൽ മുകളിൽ ബോർഡർ വരും. ഏത് സെല്ലാണ് സെലക്ട് ചെയ്യുന്നത് അവിടെ ഇത് ആപ്ലിക്കബിൾ ആകും. തൊട്ട് മുന്നേ കൊടുത്ത ഓപ്ഷൻ ഇവിടെ ആക്റ്റീവായി കാണും. ഇപ്പോൾ ഇവിടെ ടോപ്പ് ബോർഡറാണ് തൊട്ട് മുന്നേ കൊടുത്തത്, അതുകൊണ്ട് ഇവിടെ ടോപ്പ് ബോർഡറാണ് നിൽക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് ബോർഡർ ഇവിടെ വന്നതുപോലെ ഇവിടെയും വരും. അതേപോലെ താഴോട്ട് വേറെ ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് മോർ ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മുടെ ആവശ്യാനുസരണം ബോർഡേഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നീട് ഇവിടെ ഫിൽ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യെല്ലോ കളറാണ് ഡിഫോൾട്ടായി ഉള്ളത്, അത് വരും. വേറെ കളേഴ്സ് വേണമെങ്കിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യാം. പിന്നീട് നമുക്കിവിടെ നിന്നും ആവശ്യമുള്ളതുപോലെ കളേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫോൺ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിഷ്ടമുള്ള കളർ ഇവിടെ നിന്നും ചൂസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ അലൈൻമെൻറ്റിൻ്റെ ഓപ്ഷൻസ് ആണ്.
അപ്പോൾ ഈ സെല്ലിലെ എ എന്നുള്ള ലെറ്റർ നമുക്കിതിനെ പല രീതിയിൽ അലൈൻ ചെയ്ത് മനസ്സിലാക്കാം. ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ അത് വേർട്ടിക്കലി ടോപ്പിലേക്ക് മൂവായി. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ വേർട്ടിക്കലി സെൻറ്ററിലേക്ക് മൂവായി. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ വേർട്ടിക്കലി താഴേക്ക് വന്നു. അപ്പോൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് സെല്ലിലുള്ള ഐറ്റത്തിൻ്റെ വേർട്ടിക്കൽ മൂവ്മെൻറ്റിനുള്ളതാണ്. അതേപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ടും നമുക്കിതിനെ മൂവ് ചെയ്യാം. അതിനുള്ള കമാൻഡ്സാണ് താഴെയുള്ളത്. സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ സെൻറ്ററിലേക്ക് പോകും. ലാസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ റൈറ്റ് അലൈൻമെൻറ്റ് കിട്ടും. ഇത് സെലക്ട് ചെയ്താൽ ലെഫ്റ്റ് അലൈൻഡ് ആകും. ഇനി അടുത്തത് ഓറിയൻറ്റേഷൻ്റെ ഓപ്ഷൻസ് ആണ്. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിതേപോലെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കിട്ടും. ഇത് സെലക്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ വരും. അതേപോലെ നമുക്ക് ഓരോ ഓപ്ഷനും നോക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തത് ഡിക്രീസ് ഇൻഡൻറ്റ്, ഇൻക്രീസ് ഇൻഡൻറ്റ് എന്നുള്ള രണ്ട് കമാൻഡ്സ് ഉണ്ട് ഇവിടെ. അതായത് ഒരു സെല്ലിലെ കണ്ടൻറ്റ് നോർമലി ടൈപ്പ് ചെയ്യുമ്പോൾ ആ സെല്ലിൻ്റെ ലെഫ്റ്റ് മാർജിനോട് ചേർന്നായിരിക്കും വരുന്നത്. അങ്ങനെ ലെഫ്റ്റ് മാർജിനോട് ചേർന്ന് വരാതെ ഒരല്പം റൈറ്റിലേക്ക് മാറാനായി ഇവിടെ ഇൻക്രീസ് ഇൻഡൻറ്റ് എന്നുള്ള കമാൻഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് അല്പം റൈറ്റിലേക്ക് മാറി. ഡിക്രീസ് ഇൻഡൻറ്റ് കൊടുത്താൽ നേരത്തെയുള്ള മോഡിലേക്ക് മാറും. അടുത്തത് റാപ്പ് ടെക്സ്റ്റ് ആണ്. നമുക്കറിയാം ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ആ സെല്ലിൻ്റെ റൈറ്റ് മാർജിനിൽ എത്തുമ്പോൾ വീണ്ടും അത് റൈറ്റിലോട്ട് തന്നെ ടൈപ്പായി പോകും. പിന്നീട് നമ്മളിങ്ങനെ കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണുള്ളത്. എന്നാൽ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. റൈറ്റ് മാർജിൻ എത്തുമ്പോൾ ടൈപ്പിംഗ് അവിടെ വെച്ച് ബ്രേക്കായി പിന്നീട് ടൈപ്പ് ചെയ്യുന്നത് താഴോട്ട് വരണമെങ്കിൽ റാപ്പ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സെല്ലിന് ഞാൻ ആ ഓപ്ഷൻ ആദ്യം സെലക്ട് ചെയ്യുകയാണ്. പിന്നീട് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. റൈറ്റ് മാർജിൻ എത്തിയപ്പോൾ താഴേക്ക് വന്നു. ഇതിങ്ങനെ ആദ്യം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണമെന്നില്ല. നമ്മളിപ്പോൾ ഓൾറെഡി ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണെങ്കിൽ ഈ സെല്ല് സെലക്ട് ചെയ്ത് റാപ്പ് ടെക്സ്റ്റ് സെലക്ട് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റാപ്ഡ് ആയിക്കോളും. ഇനി അടുത്തത് മേർജ് ആൻഡ് സെൻറ്റർ. അതിനും ഇതേപോലെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ സെല്ലിൽ ഒരു ഐറ്റം ടൈപ്പ് ചെയ്ത് പിന്നീട് ഈ രണ്ട് സെല്ലുകളും കൂടി മേർജ് ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ ഈ ഐറ്റം വരണമെങ്കിൽ ഈ രണ്ട് സെല്ലും സെലക്ട് ചെയ്യുക. മേർജ് ആൻഡ് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താലും ഇത് തന്നെയായിരിക്കും വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ സെല്ലുകൾ മേർജ് ആകും. എന്നാൽ എഴുതിയിരിക്കുന്ന കണ്ടന്റ് സെൻട്രലൈസ്ഡ് ആകത്തില്ല. സാധാരണ രീതിയിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിരിക്കും അലൈൻമെൻറ്റ് വരുന്നത്. പിന്നീട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് റൈറ്റിലേക്ക് എൻ്റർ ആകും. ഇങ്ങനെ മേർജ് ചെയ്ത സെൽസ് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് അൺമേർജ് ചെയ്യണമെങ്കിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അൺമേർജ് സെൽസ് സെലക്ട് ചെയ്യുക. ഇനി അടുത്തത് ഇവിടെ നമ്പർ ഫോമാറ്റ് ആണ്. നോർമലി എല്ലാ സെൽസും ജനറൽ ഫോമാറ്റിലായിരിക്കും. വേറെ ഫോമാറ്റും കൊടുക്കാം. സെല്ല് സെലക്ട് ചെയ്യുക. പിന്നീട് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്പർ കൊടുത്താൽ ഇതേപോലെ ഡെസിമൽ പ്ലേസ് കൂടി കിട്ടും. താഴോട്ട് വേറെയും ഫോമാറ്റ്സ് ഉണ്ട്. ഡേറ്റിൻ്റെ ഫോമാറ്റ്, പെർസെൻറ്റേജ് ഫോമാറ്റ്, മോർ നമ്പർ ഫോമാറ്റ്സ് ഉണ്ട്. ഇവിടെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നീട് ഇവിടെ കറൻസിയെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 1000 സെപ്പറേറ്റർ ഉപയോഗിക്കാൻ ഈ കോമയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതേപോലെ നമുക്ക് സെപ്പറേറ്റർ കിട്ടും. അടുത്തത് ഡെസിമൽ പ്ലേസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ആദ്യത്തേത് ഡെസിമൽ പ്ലേസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. രണ്ടാമത്തേത് ഡിക്രീസ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ 2 ഡെസിമൽ പ്ലേസസ് ആണുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ 3 ഡെസിമൽ പ്ലേസസ് ലഭിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ 2ലേക്ക് പോകും. വീണ്ടും ക്ലിക്ക് ചെയ്താൽ 1ലേക്ക് പോകും. ഓൾറെഡി എൻ്റർ ചെയ്തിരിക്കുന്ന സെല്ലിൽ വീണ്ടും നമുക്ക് അതിനകത്ത് എന്തെങ്കിലും എൻ്റർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഇവിടെ ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമുക്ക് എൻ്റർ ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യാം. നേരത്തെ 1 ഡെസിമൽ പ്ലേസിൽ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടാണ് 3 ഡെസിമൽ പ്ലേസ് ഇവിടെ ഉണ്ടെങ്കിലും നമുക്കിവിടെ 1 കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ബാലൻസും കൂടി കാണാനായിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഇതേപോലെ 3, 4 ഡെസിമൽ പ്ലേസസ് ഒക്കെയുള്ള നമ്പേഴ്സ് 2 ഡെസിമൽ പ്ലേസസിലേക്ക് റൗണ്ട് അപ്പ് ചെയ്യാനും ഈ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കത് 2 ഡെസിമൽ പ്ലേസസിലേക്ക് ആക്കാം. ഇവിടെ 3യുടെ സ്ഥാനത്ത് 5ഓ അല്ലെങ്കിൽ 5ന് എബോവ് നമ്പർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായി റൗണ്ട് അപ്പ് ചെയ്ത് 1 എന്നുള്ളത് 2 എന്നായി മാറും. ഇപ്പോൾ ഞാനിവിടെ 5 എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് 0.22 എന്നായി. ഈ ഗ്രൂപ്പിനെല്ലാം ലോഞ്ച് ബട്ടൺസ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആക്റ്റീവായി കോപ്പീഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടൻസ് ഉണ്ടെങ്കിൽ അതിവിടെ നമുക്ക് വ്യൂ ചെയ്യാം. ഇത് ക്ലോസ് ചെയ്യാൻ വീണ്ടും ഇവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെയും നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് കിട്ടും. വേർഡിലും ഇതേപോലെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇവിടെയും ഇങ്ങനെ എക്സ്ട്രാ ഫങ്ഷൻസ് കിട്ടും.
ഒരു സെല്ലിലെ കണ്ടൻറ്റ് മറ്റൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്യാം. സെല്ല് സെലക്ട് ചെയ്യുക, പിന്നീട് സെൽ ബോർഡറിലേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവരിക. ഇപ്പോൾ ഒരു 4 സൈഡഡ് ആരോ പോലെ മൗസ് പോയിൻ്റർ വന്നിരിക്കുന്നത് കാണാം. ഇങ്ങനെ കണ്ട ശേഷം മൗസ് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സെല്ലിലേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുപോവുക. പിന്നീട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ റിലീസ് ചെയ്യുക. അതുപോലെ ഈ സെല്ലിലെ കണ്ടൻറ്റ് തന്നെയാണ് താഴോട്ടുള്ള സെൽസിലും വേണ്ടതെങ്കിൽ നമുക്കിവിടെ ഈ ബോട്ടം ബോർഡറും റൈറ്റ് ബോർഡറും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നിടത്ത് ചെറിയൊരു സ്ക്വയർ ഡോട്ട് കാണാം. അവിടേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറിലെ പ്ലസ് മാർക്ക് പോലെ മൗസ് പോയിൻ്റർ വന്നിരിക്കുന്നത് കാണാം. ഇങ്ങനെ കണ്ട ശേഷം മൗസ് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ആ സെല്ലിലെ കണ്ടൻറ്റ് താഴെയുള്ള സെല്ലിലെല്ലാം പേസ്റ്റ് ആകും. ഡിലീറ്റ് ചെയ്യാനായി ഡിലീറ്റ് ചെയ്യാനുള്ള സെല്ലിലെ കണ്ടൻറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ സെല്ലിലെ കണ്ടൻറ്റാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഡിലീറ്റിൻ്റെ ഓപ്ഷൻ കിട്ടും. അത് സെലക്ട് ചെയ്താൽ ഇതേപോലെ കൂടുതൽ ഓപ്ഷൻസ് കിട്ടും. ജസ്റ്റ് കണ്ടൻറ്റ് മാത്രം ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ മതിയാകും. ഒന്നിൽ കൂടുതൽ സെല്ലിലെ കണ്ടൻറ്റ്സ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതെല്ലാം സെലക്ട് ചെയ്യുക, പിന്നീട് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. ബോർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് മാത്രമായിരിക്കും ഡിലീറ്റഡ് ആവുന്നത്. ബോർഡർ അതുപോലെ തന്നെ കാണും. ബോർഡർ ഡിലീറ്റ് ആവണമെങ്കിൽ ഈ സെല്ല് സെലക്ട് ചെയ്യുക, ഇവിടെ വന്ന് നോ ബോർഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഫിൽ കളർ കൊടുത്തിട്ട് നമുക്ക് പിന്നീട് ഇത് വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ഇവിടെ വന്ന് നോ ഫിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫോമാറ്റ് പെയിൻറ്ററിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഇതിനൊരു ഫോമാറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരു ഫിൽ കളർ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഫിൽ കളർ ഇവിടെയും ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഇവിടെ ഓരോന്ന് സെലക്ട് ചെയ്ത് ഈ കളർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി ഇത് സെലക്ട് ചെയ്ത ശേഷം ഇപ്പോൾ ഒരിടത്ത് മാത്രം ഈ ഫോമാറ്റിംഗ് പേസ്റ്റ് ചെയ്താൽ മതിയെങ്കിൽ ഫോമാറ്റ് പെയിൻറ്ററിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുക, പിന്നീട് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അതേ ഫോമാറ്റിംഗ് ഇവിടെ പേസ്റ്റായി. എന്നാൽ ഒന്നിൽ കൂടുതൽ തവണ ഈ ഫോമാറ്റിംഗ് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്യാനായി ഫോമാറ്റിംഗ് ഉള്ള സെല്ല് സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞ് ഫോമാറ്റ് പെയിൻറ്ററിൽ ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇടങ്ങളിൽ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോഴും ഈ കമാൻഡ് ആക്റ്റീവാണ്. ഇത് ഇനാക്റ്റീവ് ആക്കാൻ ഒന്നുകിൽ എസ്കേപ്പ് കീ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇങ്ങോട്ടുള്ള ഇതേപോലെ ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തുടർന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക.